ഞാൻ വിചാരിക്കുന്നത്. ശരി. ശ്രീ രാജേഷ് ചെറുപ്പാട്, അങ്ങേക്ക് ഇത്രയും പേര് ഉന്നയിച്ച കാര്യങ്ങളോടൊക്കെ മറുപടി പറയാനുണ്ടാവും. അതിനോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം ക്രിമിനൽ വാസനകൾ വല്ലാതെ പെരുകി വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം തേടി പോകുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള ലഹരി ഉപഭോഗമാണ്. ഈ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ടി പി രാമകൃഷ്ണനായിരുന്നു എക്സൈസ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് വിമുക്തി എന്നൊരു ആശയം തന്നെ കൊണ്ടുവന്നത്. കാരണം ഇത്തരം ആസക്തിയുള്ളവരെയൊക്കെ ആ രീതിയിൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ? സ്വാഭാവികമായിട്ടും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇത്തരം ഏത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ നോക്കിയാലും ഇങ്ങനെ ഒരു ഇത് നമുക്ക് തേടി പോകുമ്പോൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു? വിമുക്തി എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് പദ്ധതി നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായി അതിന് വിശദീകരണം നൽകേണ്ട ആളുകളാണ് അത് പറയേണ്ടത്, അത് ഞാനല്ല. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഇത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അത് വളരെ ചുരുക്കി ഞാൻ പറയാം. സജീവൻ സാർ പറഞ്ഞത് ശരിയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടോ യാതൊരു തർക്കവുമില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ആ വീഴ്ചയെ മുൻനിർത്തിക്കൊണ്ട് എന്താ പറയുന്നത്, മുൻനിർത്തിക്കൊണ്ട് AKG സെന്ററിലേക്ക് വരെ പോവുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള AKG സെന്ററിൽ ഇതുമായിട്ട് എന്താ ബന്ധം? AKG സെന്ററിൽ നിന്ന് കിട്ടുന്നത് ടൂരം എന്ന് ആവർത്തിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. അതെന്താണ്? അതും ഈ വിഷയമായി, ഈ ചെന്താമര എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്ത പ്രവൃത്തിയുമായിട്ട് AKG സെന്റർ എന്താണ് ബന്ധം? AKG സെന്ററിനെ ഇങ്ങനെ വളരെ കൃത്യമായി അങ്ങോട്ട് വലിച്ചഴച്ചു കഴിഞ്ഞാൽ AKG സെന്ററിൽ നിന്നുള്ളത് ടൂരം, AKG സെന്ററിൽ നിന്നുള്ളത് ടൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇതാ പറഞ്ഞത്, ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകൾക്കപ്പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പം ലഹരി പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ലഹരി പോലുള്ള വിഷയങ്ങളുണ്ട്. ലഹരി മാത്രമല്ല, അന്ധവിശ്വാസം. അതിപ്പം ഇവിടെ റിട്ടയർഡ് ബഹുമാനായ SP സുരേഷ് ബാബു പറയുന്നുണ്ട്, പിന്നെ സജീവൻ സാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയുന്ന വിഷയം ലഹരിയേക്കാൾ വളരെ പ്രധാനമാണ്. നമ്മൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ സമീപകാലത്ത് തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് അന്ധവിശ്വാസവും മറ്റൊരു ലഹരിയാണ്. വിശ്വാസത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്ത് ക്രൂരകൃത്യം നടത്തിയാൽ അതിന് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം, ഒരു മേലങ്കി അങ്ങ് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്രിമിനൽ പ്രവർത്തിയും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താവുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ നിയമവ്യവസ്ഥ പോകുന്നതെങ്കിൽ